റോജി ജനീഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അതായത് എങ്ങനെയാണ്, അതായത് ആദ്യം ഒന്നാമത്തെ ഗോള് വീണ് കഴിഞ്ഞു, എന്താണ് തോന്നുന്നത്? അല്ല, വലിയ ആവേശകരമായ മത്സരം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. 10-ാം മിനിറ്റിൽ തന്നെ ആദ്യ ഗോൾ വീണു, ആദ്യ പകുതി കഴിഞ്ഞു, നല്ല രീതിയിൽ തന്നെ കളി മുന്നോട്ട് പോകുന്നു. നല്ല ആവേശത്തോടുള്ള മത്സരം നടക്കട്ടെ. ആ മത്സരത്തിന്റെ അവസാനം അർജന്റീന ജയിക്കട്ടെ എന്നാണ് നമ്മൾ പറയുന്നത്. എന്നാലും നേരത്തെ തന്നെ പറഞ്ഞാണ് അർജന്റീന ആരാധകരാണ്, ആ ജേഴ്സി കൂടി അണിഞ്ഞു വന്നിട്ട് ആ അർജന്റീന ആരാധകരുടെ ആ ഒരു അവരുടെ ഒരു വലിയ രീതിയിലുള്ള ഒരു ആവേശം ഇരട്ടിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ സ്റ്റേഡിയത്തിൽ നിൽക്കുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? അല്ല, ഈ സ്റ്റേഡിയം പിന്നെ ഒരു മാതൃകാപരമായ സ്റ്റേഡിയം കൂടിയാണ്. ഇതൊരു നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച പോലെ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഇത്ര സൗകര്യങ്ങളുള്ള സ്റ്റേഡിയം കൂടിയാണ്. ഈ സ്റ്റേഡിയത്തിൻ്റെ പ്രവർത്തനം കൂടി ഒന്ന് കാണുന്നതിന് വേണ്ടി കൂടിയാണ് ഇന്ന് വന്നത്. മാത്രമല്ല, ഈ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട ചില ആവശ്യങ്ങളൊക്കെ ഒരു നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോൾ ഇന്ന് അദ്ദേഹം ഇവിടെ വരാൻ വേണ്ടി ക്ഷണിച്ചു. സ്റ്റേഡിയം പ്രധാനമാണ് അദ്ദേഹത്തിന് ഇതിൻ്റെ ചെയർമാനായിട്ട് പ്രവർത്തിക്കുക. അപ്പോൾ അദ്ദേഹം ഇവിടെ ക്ഷണിച്ചു. അപ്പോൾ ഒന്ന് വന്നു. പിന്നെ വലിയ പങ്കാളിത്തത്തോടു കൂടിയാണ് കളി കാണുന്നത്. ഒരു സ്റ്റേഡിയത്തിൽ നിന്ന് കാണുന്നതിൻ്റെ പ്രതീതിയാണ്. നല്ല മത്സരങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. വിജയപ്രതീക്ഷ ഉണ്ടെന്നറിയാം തീർച്ചയായിട്ടും, പക്ഷേ എത്രത്തോളം ഉണ്ട് ശരിക്കും? അല്ല, നല്ല മത്സരം നടന്നിട്ട് അവസാനം അർജന്റീന വിജയിക്കട്ടെ. നല്ല ആവേശകരമായ മത്സരം നടക്കട്ടെ. ആണെങ്കിലും മുൾമുനയിൽ നിർത്തുന്ന ഒരു മത്സരം ഉണ്ടാവട്ടെ. നമുക്കും കുറച്ചൊക്കെ അങ്ങനെയുള്ള പിന്നെ നിമിഷങ്ങളാണ് വേണ്ടത്. ഓക്കെ, പ്രതാപേട്ടനെ കൂടി ചേരുന്നുണ്ട്. പ്രതാപേട്ട, രണ്ട് വാക്ക്. 2022 ആവർത്തിക്കും. 2022 പിന്നെ ഖത്തർ വേൾഡ് കപ്പ് ഇത്തവണയും ആരംഭിക്കും.